അമേരിക്കയിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICEയുടെ നടപടികളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിൽ US പൗരന്മാർ തങ്ങളുടെ പാസ്പോർട്ടുകൾ നെറ്റിയിൽ കെട്ടിവെച്ച് പൊതുസ്ഥലങ്ങളിൽ നടക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. തങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടി എന്നോണമാണ് പാസ്പോർട്ട് തലയിൽ കെട്ടിവെക്കുന്നതെന്ന് പലരും പറയുന്നു. പ്രചരിക്കുന്ന വീഡിയോകളിൽ ആളുകൾ തങ്ങളുടെ പാസ്പോർട്ടുകൾ ടേപ്പ് ഉപയോഗിച്ച് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായി കാണാം. ഫെഡറൽ ഏജന്റുമാർ തടയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ആദ്യം തന്നെ US പൗരനാണെന്ന് തെളിയിക്കാനാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു. കൂടുതൽ ശ്രദ്ധിച്ച് ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കണമെന്ന് വൈറൽ വീഡിയോയിൽ കാണുന്ന ഒരാൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ പാസ്പോർട്ട് ഒട്ടിച്ചു വെച്ച നിലയിൽ കാണാം. മറ്റു ചിലർ ഡ്രൈവിംഗ് ലൈസൻസും മറ്റ് തിരിച്ചറിയൽ രേഖകളും നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മെക്സിക്കൻ വംശജനായ ഒരാൾ തന്റെ കാറിൽ പാസ്പോർട്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക എന്ന് ആലേഖനം ചെയ്ത തൊപ്പി, ജനന സർട്ടിഫിക്കറ്റ്, ദേശീയ പതാക എന്നിവ പ്രദർശിപ്പിച്ച ജോലിക്ക് പോകുന്നതിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് താൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതെന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാർ പൊതുസ്ഥലങ്ങളിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൈവശം വെക്കണമെന്ന നിയമമില്ല. എന്നാൽ ICEയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളും ചർച്ചകളും ആളുകളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. മിനസോട്ടയിൽ അടുത്തിടെ നടന്ന 2 വെടിവെപ്പ് സംഭവങ്ങളിൽ ICE ഏജന്റുമാർ ഉൾപ്പെട്ടത് ഈ ഭയം വർദ്ധിപ്പിച്ചു. ഈ സംഭവങ്ങൾ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്താണ് മിനസോട്ടയിൽ സംഭവിക്കുന്നതെന്ന് വിശദമായി നോക്കാം. മിനസോട്ടയിലെ കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ ഭയം വർദ്ധിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സമീപകാലത്ത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡുകളും വെടിവെപ്പ് സംഭവവുമാണ് ഇതിന് കാരണം. മിനസോട്ടയിലെ മിനിയാപോളിസിലും സമീപ പ്രദേശങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ 150-ലധികം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻപ് നാടുകടത്തൽ ഉത്തരവുകൾ ലഭിച്ചവരെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. കടുത്ത ശൈത്യകാലത്തും ഈ നടപടികൾ തുടർന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ കുടിയേറ്റ നയങ്ങൾ പ്രഖ്യാപിച്ചതും ഈ ഭയം വർദ്ധിപ്പിച്ചു. പല കുടുംബങ്ങളും സ്കൂളുകളിലും ആശുപത്രികളിലും പലചരക്ക് കടകളിലും പോകുന്നത് ഒഴിവാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പരിശോധനകൾ വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇതിന് കാരണം. ജനുവരി 25-ന് മിനിയാപോളിസിൽ നടന്ന ഒരു വെടിവെപ്പാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനിടെ ICE ഏജന്റുമാരുടെ വെടിയേറ്റ് ICU നേഴ്സായ അലക്സ് പെട്രി എന്ന 37-കാരൻ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള വസ്തുതകൾ തർക്ക വിഷയമായിരിക്കുകയാണ്. ഏജന്റുമാർ വെടിവെച്ച ഉദ്യോഗസ്ഥനെ ഭരണകൂടം പിന്തുണച്ചു. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോം പറയുന്നതനുസരിച്ച് പെട്രി തോക്ക് വീശി കാണിച്ചതിനാലാണ് വെടിവെപ്പ് നടന്നത്. എന്നാൽ പ്രാദേശിക അധികൃതർ ഇത് നിഷേധിച്ചു. തോക്ക് നിയമപരമായി രജിസ്റ്റർ ചെയ്തതാണെന്നും തോക്ക് മാറ്റിയതിനു ശേഷമാണ് പെട്രിയെ വെടിവെച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതിരോധ വകുപ്പ് പറയുന്നതനുസരിച്ച് പെട്രിക്ക് തോക്ക് ഉണ്ടായിരുന്നുവെന്നും അവനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ചതിനാലാണ് ഏജന്റുമാർ സ്വയം പ്രതിരോധത്തിനായി വെടിവെച്ചതെന്നും പറയുന്നു. എന്നാൽ ദൃക്സാക്ഷികളും പ്രാദേശിക ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും ഈ വാദത്തെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൈവശം തോക്കിന് പകരം ഒരു ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ലഭ്യമായ വീഡിയോകളിൽ പെട്രിയുടെ കൈവശം തോക്ക് ഉണ്ടായിരുന്നതായി സൂചനകളില്ലെന്ന് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 1 റെനി ഗുഡ് എന്ന 37-കാരിയും ICE ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഒരു മാസത്തിനിടെ 2 US പൗരന്മാർ കൊല്ലപ്പെട്ടതാണ് ജനങ്ങൾക്കിടയിൽ ആശങ്ക ശക്തമാകാനുള്ള കാരണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.